ഷിഹാബിനോട് പോരാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് അല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാവുന്ന രീതിയിലായിരുന്നു നമ്മൾ അത് വന്നിട്ടുണ്ടായത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു വീഡിയോ തുടക്കമിടുകയാണ്. കാരണം കുറേ ദിവസങ്ങളായി ഇത് ശാന്തമായി ഇരിക്കുകയായിരുന്നു. മുതുകാടും മാജിക് പ്ലാനറ്റും സംബന്ധിച്ച് കുറേ വീഡിയോകൾ ഞാനും മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതലും മറുനാടൻ ചാനലിൽ സാജൻ സക്രിയയുടെ വീഡിയോയ്ക്ക് ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ഞാൻ വീഡിയോകളൊക്കെ ഇട്ടിരുന്നത്. അതിനാൽ എന്നെയും മുതുകാടിനെ വെളുപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്നവനെന്ന് പറഞ്ഞ് ധാരാളം കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു സൈഡ് മാത്രം പരാതിക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡ് മുതുകാട് ഇതിനെക്കുറിച്ച് നിശബ്ദനായി ഇരുന്നു കൊടുക്കുന്നത് കൊണ്ട് ഈ വിഷയം കുറേ സാധാരണക്കാരുടെ ഇടയിൽ മുതുകാടിനെക്കുറിച്ച് കുറച്ച് അഹങ്കാരിയും മാടമ്പി സ്വഭാവമുള്ളവനാണെന്നും കാണിക്കാമെന്നല്ലാതെ വേറെ വിശേഷമൊന്നും പരാതിക്കാരന് ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയായിരുന്നു. കുറേ ആൾക്കാർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇടുകയും ധാരാളം പരാതിക്കാർ ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പത്രസമ്മേളനം നടത്തി വരെ കുറ്റം ആരോപിച്ച മുതുകാടിനെതിരെ ഈ ജനാധിപത്യ കേരളത്തിൽ, അതായത് ഇപ്പം നടക്കുന്ന കണക്കിനാണെങ്കിൽ ഗവർണറെ വരെ വഴി തടയാൻ ധൈര്യമുള്ള ഈ കേരളത്തിൽ നിയമപരമായി ഒരു ചെറുവിരൽ പോലും മുതുകാടിനെതിരെ അനക്കാൻ ഈ പരാതിക്കാർക്കോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും വേറൊരു നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പോയ വഴി, അതായത് മുതുകാടിനെയും സാജൻ സക്രിയയെയും ഒക്കെ പിന്തുണച്ച് സംസാരിച്ചത് വളരെ കറക്റ്റായ കാര്യം തന്നെയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. അപ്പോൾ ഇനി കാര്യത്തിലേക്ക്, നിശബ്ദമായി കിടന്ന മുതുകാട് വിഷയം ഇന്നലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് കരുതാം. കാരണം മെന്റലിസ്റ്റായ ഫൈസൽ ബഷീർ തൻ്റെ ചാനലായ ട്രിക്ക് ബൈ ഫൈസൽ ബഷീർ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്ത മുതുകാടിനെതിരെ ഷിഹാബ് പറഞ്ഞതെല്ലാം സത്യമാണോ, ഇനി തെളിവുകൾ സംസാരിക്കട്ടെ എന്ന വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഷിഹാബ് പത്രസമ്മേളനം വഴിയും അല്ലാതെയും മുതുകാടിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഫൈസൽ ബഷീർ തെളിവുകൾ സഹിതം പൊളിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ അത് ഇതുവരെ മുതുകാട് വീഡിയോകൾ ചെയ്ത എനിക്ക് ശരിയായ രീതിയിൽ തന്നെയാണ് ഞാൻ നീങ്ങുന്നതെന്ന് തോന്നിപ്പോയതുകൊണ്ട് ആ വീഡിയോകളെ കുറിച്ച് എനിക്കും ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിനാലാണ് ഫൈസൽ ബഷീറിൻ്റെ ഈ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പങ്കുവെക്കുന്നത്. പിന്നെ ഇതുവരെ ഈ ചാനൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിനെ പറ്റി ഒന്നും മിണ്ടാതിരുന്നത് എന്ന് ഇനി ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വരുമെന്നതുകൊണ്ട് മുന്നേ തന്നെ പറയുകയാണ്. ഫൈസൽ ബഷീർ ഒരു മെൻ്റലിസ്റ്റ് ആണ്. അതിനാൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി വിദേശത്തായിരുന്നതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമാണ് ഈ വീഡിയോ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം അദ്ദേഹം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഭാഗമായി ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതിയും പത്രസമ്മേളനവുമായി ഇറങ്ങിയ ഷിഹാബിൻ്റെ പരാതിയുടെയും പത്രസമ്മേളനത്തിലെയും നടത്തിയ പ്രസ്താവനകളെക്കുറിച്ചും അതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റിയുമാണ് ഷിഹാബിനോട് തന്നെ ചോദിക്കുന്ന ചില വീഡിയോകളും അതിന് അദ്ദേഹം കാര്യകാരണങ്ങൾ സഹിതം നിർത്തുന്ന തെളിവുകളും ആണ് ഈ വീഡിയോയിൽ. ആദ്യം തന്നെ ഫൈസൽ ഈ വീഡിയോയെക്കുറിച്ച് കാണിക്കാനുള്ള കാരണം പറയുന്ന വീഡിയോ തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക്. മാത്രമല്ല, ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ, മറ്റുള്ള ആരോപണങ്ങൾ ഇതിൽ പറയുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വിഷയം ഷിഹാബ് ഉന്നയിച്ച പ്രസ് മീറ്റിൽ ഉന്നയിച്ച അത്രയും ഒരു ഏകദേശം ഒരു 40-45 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഷിഹാബ് ഉന്നയിച്ച ആ ഒരു ആരോപണങ്ങൾ, അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഈ വിഷയം മാത്രം സംസാരിക്കാം. അതിനുശേഷം മറ്റുള്ള ആരോപണങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. വീണ്ടും പറയുന്നു, തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് തുറന്നു പറയാൻ എന്നെ സംബന്ധിച്ച് യാതൊരു മടിയില്ല. ആദ്യ വീഡിയോ ഇനി കാണിക്കുന്നത് ഷിഹാബ് ഈ വിവാദത്തിന് തിരികൊളുത്തിയിട്ട് ആ 1 മണിക്കൂറോളം വരുന്ന പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യാവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഇതിൽ ഫൈസൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഫൈസൽ ഈ വീഡിയോയിൽ പറയുന്നില്ല. അന്ന് ആ പ്രസ് മീറ്റ് നടത്തിയതിൻ്റെ ആദ്യത്തെ ഒരു കാരണമാണ് ഫൈസൽ ആദ്യം തന്നെ എടുത്തിട്ടിരിക്കുന്നത്. ഫൈസൽ ചോദിച്ചു തുടങ്ങുന്നത് തന്നെ ഷിഹാബ് മാജിക് പ്ലാനറ്റിൽ വന്നതും 1 വർഷത്തോളം അവിടുത്തെ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ക്രൂരതകൾ കണ്ടാലും ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഷിഹാബ് പറഞ്ഞ മറുപടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ചോദിക്കാനുള്ളത് കുറെ വിഷയങ്ങൾ
ഷിഹാബ് ഉന്നയിച്ചു മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സോ അപ്പൊ അതിൽ പറഞ്ഞത് അവിടെ വന്ന കുറച്ച് നാളുകൊണ്ട് തന്നെ ഷിഹാബിന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഷിഹാബിന് മനസ്സിലായി. അപ്പൊ ഷിഹാബിന് അവിടെ പോരാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എഗ്രിമെന്റ് അല്ല, 1 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാവുന്ന രീതിയിലായിരുന്നു നമ്മൾ അത് വന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടല്ലോ ഷിഹാബ് ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്ന്. പക്ഷേ ഷിഹാബ് പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്. അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷിഹാബാണ് അന്ന് പ്രസ് മീറ്റിലുടനീളം മുതുകാടിനെ തൻ്റെ 1 വർഷത്തെ എഗ്രിമെന്റ് കാരണം അവിടെ സഹിക്കേണ്ടി വന്നുവെന്നും അത് കഴിഞ്ഞ് തൻ്റെ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് പുറത്ത് പറയാതിരുന്നു എന്ന് പറഞ്ഞതും. പ്രസ് മീറ്റിൽ ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ്, മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ചെന്നതിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി. പക്ഷേ ഷിഹാബിന് അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഷിഹാബ് പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്. അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എഗ്രിമെന്റ് അല്ല, 1 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാവുന്ന രീതിയിലായിരുന്നു നമ്മൾ അത് വന്നിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ അങ്ങനെ എഗ്രിമെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 1 വർഷം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഷിഹാബ് പ്രസ് മീറ്റിൽ ഇരുന്നുകൊണ്ട് 1 വർഷത്തെ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഇനി ഫൈസൽ ആ എഗ്രിമെന്റിന്റെ ഒറിജിനൽ കോപ്പി നമ്മളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഓഫർ ലെറ്ററിൽ ഒരിടത്ത് പോലും 1 വർഷം അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഷിഹാബിന്റെ ആ പ്രസ് മീറ്റിലെ ആദ്യ വിഷയം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 1 വർഷം നമുക്ക് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് സമയമാകുമ്പോൾ ഏകദേശം 1 ഇയർ ആകുമ്പോൾ എന്റെ സമയം തീരുമ്പോൾ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് 1 വർഷം ഒന്നും പറഞ്ഞില്ല. ഷിഹാബ് ആ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യം അത് നിഷേധിക്കുകയല്ലേ ഷിഹാബ് ചെയ്തത്. സത്യത്തിൽ ആ പ്രസ് മീറ്റിൽ ഷിഹാബ് പറഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ എന്റെ കയ്യിലിരിക്കുന്നത് ഷിഹാബിന്റെ ഓഫർ ലെറ്റർ ആണ്. ഇതിൽ ഒരു സ്ഥലത്തും 1 വർഷം എന്ന് പറയുന്ന കാലാവധിയിൽ പറയുന്നില്ല. ഷിഹാബിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഷിഹാബിന് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്നും പോകാമായിരുന്നു. പിന്നെ ഷിഹാബിന് അവിടെ പീഡനങ്ങളും കൊളരുതാഴികളും തന്നെ ആയിരുന്നുവെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാൻ കഴിയുമായിരുന്നു. ആ ഷിഹാബാണ് കല്യാണം കഴിഞ്ഞ് ഏകദേശം 6-7 മാസം കൂടി ആ മാജിക് പ്ലാനറ്റിൽ തങ്ങിയിരുന്നു എന്നത് നമുക്ക് വേറൊരു കോമഡിയായി ഇപ്പോൾ കരുതാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ വിഷയത്തിനെക്കുറിച്ചാണ്. രണ്ടാമത്തെ വിഷയത്തിനെക്കുറിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അന്ന് വിശദമായി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മുതുകാടും ഒരുമിച്ച് ഷിഹാബ് തൻ്റെ ആദ്യ വിദേശയാത്ര നടത്തിയെന്നും അവിടെ വെച്ച് തനിക്ക് ധാരാളം പണം കിട്ടിയെന്നും ഷിഹാബ് പറയുന്ന ആ പ്രസ് മീറ്റിലെ രണ്ടാമത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഷിഹാബ് എത്തിയത് കുവൈറ്റിൽ തന്നെയായിരുന്നു. 2 ദിവസത്തെ പരിപാടിക്കായി എത്തിയ ഷിഹാബ് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രസ് മീറ്റിൽ പറഞ്ഞത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആവശ്യമില്ല. ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും, ഷിഹാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കാം, എൻ്റെ കൂടെ വരണ്ട, ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം, എനിക്ക് വേറെ പ്രോഗ്രാമെന്ന് പറഞ്ഞ് അദ്ദേഹവും പ്രഹ്ലാദാജിയും ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി. അന്ന് കുവൈറ്റിലെത്തിയ ആ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. മിക്കവാറും അന്ന് പ്രസ് മീറ്റിൽ നടത്തിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ഫൈസലിൻ്റെ ഈ വീഡിയോ കണ്ടിന്യൂ ഞാൻ തുടരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ട് ഫൈസൽ ബഷീറിൻ്റെ ചാനലായ ട്രിക്ക് ബൈ ഫൈസൽ ബഷീർ എന്ന ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാനലിൻ്റെ ലിങ്കും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫുള്ള് കാണണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ 1ാം ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോയുടെ 2ാം ഭാഗം അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.